ഞങ്ങളുടെ പെസഹ മുതൽ ഈസ്റ്റർ വരെ ഒന്ന് കണ്ടുവന്നാലോ? വ്യാഴാഴ്ച വൈകുന്നേരം ചാച്ചൻ പെസഹ അപ്പം മുറിച്ച് പാലിൽ മുക്കി ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നു. പ്രശാന്തിന് ഇതൊക്കെ ഒരു പുതുമ തന്നെയാണ്. പെസഹ പാല് വേറൊരു പായസം പോലെ എന്നാണ് പ്രശാന്ത് കുടിച്ചിട്ട് പറഞ്ഞത്. ഈ പെസഹ അപ്പം ഇങ്ങനെ പാലിൽ മുക്കി കഴിക്കുമ്പോൾ, അതും വർഷത്തിൽ ഒരിക്കൽ മാത്രമാവുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയല്ലേ? നഗരകാണിക്കലും കഴിഞ്ഞ് രാത്രിയായപ്പോഴാണ് ഞങ്ങൾ രൂപമുത്താൻ ചെന്നത്. പണ്ടൊക്കെ ഉന്തിയും തള്ളിയുമാണ് രൂപമുത്താൻ കയറുന്നത്. ഇപ്പോൾ ഓർക്കും എന്തിനായിരുന്നു അന്ന് അത്രയും റഷ് ആയതെന്ന്. ഈസ്റ്റർ ഡേ രാവിലെ തന്നെ എനിക്ക് മാത്രമുള്ള കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട്. അതാണ് നിങ്ങളെ കാണുന്നത്. ഈസ്റ്റർ എഗ്സും അതിന് വേണ്ടിയിട്ടുള്ള ബാസ്ക്കറ്റും ഒരു ചെറിയ ഫ്ലവർ വേസും ഒക്കെ എൻ്റെ അധികാരപരിധിയാണ്. ഞാൻ ഈസ്റ്റർ ആയതുകൊണ്ട് എല്ലാം വൈറ്റ് ഫ്ലവേഴ്സാണ് മേടിച്ചത്. ഈ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വൃത്തിയായി പ്ലേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഇല്ലേ, എനിക്ക് ശരിക്കും ഈസ്റ്റർ വൈബൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒരു ദുഃഖവെള്ളിയുണ്ടേൽ ഒരു ഉയർപ്പും ഉറപ്പാണല്ലോ. ആ ഉയർപ്പ് എന്നും എൻ്റെ നിങ്ങളുടെ ലൈഫിൽ ഉടനീളം ഉണ്ടാകട്ടെ അല്ലേ. ഇവിടെ മമ്മിയുടെ സ്റ്റൂ കറിയാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മെയിൻ താരം. ഇനി ഞങ്ങൾ ഒരുമിച്ച് ഈസ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. സോ ബൈ, സീ യു നെക്സ്റ്റ് ടൈം.